നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാൻ മടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പിടാതെ ദീർഘകാലം കയ്യിൽ വെക്കുകയും അത് പ്രസിഡന്റിനെ റഫർ ചെയ്യുകയും വെക്കുന്ന രീതി പല സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളുടെ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുവിട്ട യൂണിവേഴ്സിറ്റി അടക്കമുള്ള നിരവധി ബില്ലുകൾ അദ്ദേഹം ഒപ്പിടാതിരിക്കുകയോ ചിലതൊക്കെ പ്രസിഡന്റിന് റഫർ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലുണ്ടായി. തമിഴ്നാട് വളരെ കാര്യക്ഷമമായി കേസ് നടത്തി ചരിത്രപ്രധാനമായൊരു വിധി തമിഴ്നാടിന് കിട്ടി. അത് ചരിത്രപ്രധാനം തന്നെയാണ്. ഗവർണറുടെ പ്രസിഡന്റിന്റെ ഒക്കെ അധികാരങ്ങൾ എന്ത് എന്ന്, അതിനെന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് അതിൽ പറഞ്ഞത്. ഗവർണർക്ക് ഒരു ബില്ല് കിട്ടിയാൽ 3 മാസത്തിനകം അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം. അത് വീണ്ടും അവിടുന്ന് പാസ്സാക്കി വന്നാൽ അത് ഒപ്പിടുകയല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ അതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പഠിക്കാം, അത് പ്രസിഡന്റിനെ റെഫർ ചെയ്യാം. പ്രസിഡന്റിനും ഒരു പ്രത്യേക കാലാവധിയിൽ കൂടുതൽ ഒരു ബില്ല് വയ്ക്കാൻ പാടില്ല. അത് വളരെ നിർണായകമായൊരു വിധി തമിഴ്നാടിന് കിട്ടി. തമിഴ്നാട് ഗവർണർ രവി വളരെയധികം അവിടുത്തെ ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിച്ചു. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്നാണ് തമിഴ്നാട് ഗവൺമെന്റ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ അതുകൊണ്ട് ആ ഗവൺമെന്റിന്, ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കുക എന്നത് അവരുടെ രീതിയാണ്. അതിനെതിരെയാണ് സുപ്രീം കോടതി ബെഞ്ച് വളരെ കൃത്യമായി പറഞ്ഞു, ഇതിന് വളരെ രക്ഷയില്ല. ഇത് കേന്ദ്രത്തിനേറ്റ വലിയൊരു അടിയായി. ഇതിനെതിരെ BJPയുടെ പല നേതാക്കളും അവരുടെ ലെവൽ വിട്ടൊക്കെ വർത്തമാനം പറഞ്ഞു. സുപ്രീം കോടതിക്ക് അങ്ങനെ തീരുമാനിക്കാമോ? സുപ്രീം കോടതി ഗവർണറെ നിയന്ത്രിക്കാൻ ആരാ? അപ്പൊ ജനങ്ങളുടെ അവകാശമാണെങ്കിൽ നിയമസഭകൾക്ക് അവകാശമില്ല. ആ ചോദ്യമുണ്ട്. നിയമസഭകൾ പാസ്സാക്കിയ ബില്ലുകൾ ഗവർണർ വെച്ച് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ അവകാശ ലംഘനം തന്നെയാണ്. അത് തന്നെയാണ് കോടതി അങ്ങനെ തന്നെയാണ് കണ്ടത്. ഇനി അതിനെതിരെ ഒരു റിവ്യൂ പോകലാണ് ഒരു സാധ്യതയുള്ളത് കേന്ദ്രത്തിൽ. ആ റിവ്യൂ അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അപ്പോഴാണ് കേരളം കൊടുത്ത ഹർജി അവരൊരു അവസരമായി കണ്ടത്. ഇതേ വിഷയത്തിൽ തന്നെയാണ് കേരളം ഹർജി കൊടുത്തത്, ഗവർണർ വെച്ച് താമസിപ്പിക്കുന്നു. ആ ഹർജി തീർപ്പായിട്ടില്ല. ആ ഹർജിയിൽ തീർപ്പാക്കണം, അത് ഉടനെ ഞങ്ങൾ പിൻവലിക്കണം എന്ന് കേരളം പറയുകയാണ്. കേരളം വളരെ ടാക്ടിക്കലായ ഒരു നിലപാടെടുത്തു. തമിഴ്നാട് കേസിന്റെ വിധി കേരളത്തിന് ബാധകമാണ് എന്നാണ് കേരളത്തിന്റെ വാദം. കാരണം ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പോലും അതിൽ പറയുന്നത്. അപ്പൊ തമിഴ്നാടിന് പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആണ്, കേരളത്തിന് ബാധകമാണ്, ഇനി ഞങ്ങൾക്ക് പ്രത്യേക വിധി വേണ്ട. കാരണം ഇനി ഏതെങ്കിലും കാരണത്തിൽ ഈ കേസിൽ മറ്റൊരു വിധി വന്നാൽ അത് കേരളത്തിന് തിരിച്ചടിയാവും. അതുകൊണ്ടാണ് കേരളം പിൻവലിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കേന്ദ്രം വളരെ സർജിക്കലായി മറ്റൊരു രീതി എടുത്തു. ഇത് പിൻവലിക്കാൻ സമ്മതിക്കുന്നില്ല. കെ വേണുഗോപാൽ ആണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിൻവലിക്കുകയാണ്. അപ്പോ കേന്ദ്രം പറഞ്ഞു, അങ്ങനെ പറ്റില്ല, നിങ്ങൾ വെറുതെ ഒരു ഹർജി കൊണ്ടുകൊടുത്തിട്ട് പിൻവലിക്കാൻ പറ്റും. ഇതിൽ തീരുമാനമായിട്ടില്ല. അപ്പൊ കേന്ദ്രം ഇതൊരു അവസരമായിട്ട് എടുക്കുകയാണ്. എന്താ അവസരം? തമിഴ്നാട് കേസിൽ ഉണ്ടായ വിധിക്കെതിരെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാനും സുപ്രീം കോടതിയുടെ നിലപാടിനെ മാറ്റാനും ഒരവസരം അവർക്ക് കിട്ടുന്നു. ഈ അവസരം കിട്ടരുത് എന്നതുകൊണ്ടാണ് കേരളം പിൻവലിക്കാൻ തീരുമാനിച്ചതെങ്കിൽ അവസരം കിട്ടണം എന്നതുകൊണ്ടാണ് കേന്ദ്രം അത് ഹർജി തുടരണമെന്ന് പറയുന്നത്. എന്തായാലും വലിയ തോതിൽ അത് ഒരു നിയമക്കുരുക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. പിൻവലിക്കാൻ സുപ്രീം കോടതി അനുവാദം കൊടുത്താൽ കേരളത്തിന്റെ പ്രശ്നം തീരും. അനുവാദം കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വീണ്ടും ഇതേ വിഷയം, തമിഴ്നാട് വിഷയം വീണ്ടും ചർച്ചയായി കഴിഞ്ഞാൽ അത് തമിഴ്നാട് മാത്രം ബാധകമാണ് എന്നൊരു ഓർഡർ കിട്ടിയാൽ കേന്ദ്രം ഹാപ്പിയാണ്. കാരണം തമിഴ്നാട് മാത്രമല്ലേ ഉള്ളൂ, കേരളത്തിൽ അതില്ലല്ലോ, മറ്റു സംസ്ഥാനങ്ങൾക്കില്ലല്ലോ. അത് വരുമോ എന്നുള്ളത് ഒരു നിയമക്കുരുക്കാണ്. വളരെ ഉയർന്ന അഭിഭാഷകരാണ് രണ്ടു വശത്തും ഏറ്റുമുട്ടുന്നത്. സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുമെന്നറിയില്ല. കാരണം റിവ്യൂ പോയി ഇത് വിധി മാറ്റിക്കാമെന്ന പ്രതീക്ഷ കേന്ദ്രത്തിനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.